നല്ല നിലയിൽ LDF വിജയമുണ്ടാകും. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2021 എക്സിറ്റ് പോളിൽ പരാജയം വിധിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ റെക്കോർഡ് വോട്ടാണ് ലഭിച്ചത്. അത് ഞാൻ മാത്രമല്ല, മണിയാശാൻ, ഒരുപാട് പേർ, ബാലുശ്ശേരി മണ്ഡലം, അങ്ങനെ കുറേ മണ്ഡലങ്ങളുണ്ട്. എനിക്കൊന്ന് തൃത്താല മണ്ഡലം അന്ന് MP രാജേഷ് തോക്കുന്നായിരുന്നെന്ന് പറഞ്ഞത്. പക്ഷേ MP രാജേഷ് അവിടെ വിജയിച്ചു. അപ്പോൾ അതൊക്കെ എല്ലാവരും അറിയും. ഇപ്പോൾ പെട്ടിയിലാണല്ലോ, നമ്മളിപ്പോൾ എന്ത് അങ്ങനെയാണോ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വോട്ട് പെട്ടിയിലുണ്ട്. അല്ല, പൊതുവെ LDFന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. LDFന് അനുകൂലമായിരിക്കും കാര്യങ്ങൾ. അതിപ്പോൾ ജനങ്ങൾ വിലയിരുത്തുമല്ലോ അത്തരം കാര്യങ്ങളൊക്കെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഗുസ്തി മത്സരമല്ല, ബോക്സിംഗ് കോമ്പറ്റീഷനല്ല. അത് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷം പൊതുവെ അതിനെ കാണുന്നത്. ജനങ്ങളും അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ജനങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അടുപ്പവും ബന്ധവും വെച്ച് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യില്ലല്ലോ. അതിൽ വലിയൊരു ശതമാനം ആശയപരമായി LDF ആണെങ്കിൽ LDF ഉയർത്തുന്ന ആശയം, മുദ്രാവാക്യം അതിനെ പിന്തുണക്കുന്നു. UDF ആണെങ്കിൽ അതിനെ പിന്തുണക്കുന്നു. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അതിനെ പിന്തുണക്കുന്നു. അങ്ങനെയാണല്ലോ. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഫ്ലോട്ടിംഗ് വോട്ട് ഉണ്ടാവും. അതാണ് സ്ഥാനാർത്ഥികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനായി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ജനങ്ങളും വോട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കും, രാഷ്ട്രീയ വിഷയങ്ങൾ, വികസനം, ഇതൊക്കെ കണക്കാക്കിയിട്ടാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുക. പിന്നെ ആരായിരിക്കും ജനപ്രതിനിധി ആകേണ്ടത്, അതിന് പറ്റുന്നതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുക. UDFൽ നിസ്വാർത്ഥമായി ഇപ്പോൾ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചവരുണ്ട്. നിസ്വാർത്ഥമായി ചിലപ്പോൾ LDF സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല. പക്ഷേ UDF ഉയർത്തുന്ന ആശയത്തോട് യോജിപ്പുള്ളത് കൊണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചവരുണ്ട്. അവർ പോലും സ്വീകരിക്കില്ല ഇത്തരം പ്രസ്താവനകൾ. അപ്പോൾ അതിന് വെറുതെ നമ്മൾ മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല. പിന്നെ ഓരോരുത്തരും ഉയർത്തിയ കാര്യങ്ങൾ അത് ജനങ്ങൾ വിധി എഴുതും. ആ നിയോജക മണ്ഡലത്തിൽ ഓരോരുത്തരും ഉയർത്തിയ കാര്യങ്ങൾ ജനങ്ങളെങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് 4-ാം തീയതി നമുക്ക് കാണാം. അല്ല, അത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ കിട്ടുന്ന വോട്ടാണ് പറഞ്ഞത്. ഭൂരിപക്ഷം ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടില്ല. കിട്ടുന്ന വോട്ട് 2021 ആ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം സർവകാല റെക്കോർഡ് വോട്ടാണ് LDFന് കിട്ടിയത്. 82,000. അവിടെ ഒരു മുന്നണിക്കും കിട്ടാത്ത വോട്ടാണ്. ആ 82,000 മറികടക്കും. ഞാൻ എൻ്റെ കാര്യമല്ലേ പറയേണ്ടത്. കിട്ടുന്ന വോട്ട് 82,000-നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും. മറ്റുള്ള കാര്യമൊക്കെ പിന്നെ വരേണ്ട കാര്യമാണല്ലോ. അതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു കാര്യങ്ങൾ പരിശോധിച്ചാൽ വോട്ട് കൂടുന്നുള്ള വസ്തുതയാണല്ലോ. ഞാൻ 5 കൊല്ലം അവിടുത്തെ MLA ആണല്ലോ. അവിടുത്തെ നാട്ടിലെ ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത് എനിക്കും അറിയാം, ഞാനെന്താണെന്ന് അവർക്കും അറിയാലോ.